കേരളത്തിൽ ഇന്നും ചൂട് പിടിച്ച ചർച്ചയെന്ന് പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി കോൺഗ്രസ് ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? അപ്പം അതുമായി ബന്ധപ്പെട്ട് ചൂട് പിടിച്ച ചർച്ച നടക്കുകയാണ്. അൺസർട്ടനിറ്റി ഒരു ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്ത്യയിലും ഈ കഴിഞ്ഞ 4-5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഫ്ലോട്ട് ചെയ്ത വാർത്ത എന്ന് പറയുന്നത് ബംഗാളിൽ BJP പിടിക്കുന്നു, ആസാം തിരിച്ചു വരുന്നു, തമിഴ്നാട്ടിൽ വിജയ് എന്ന് പറഞ്ഞ പുതിയ താരം അവിടെ ദ്രാവിഡിയൻ പാർട്ടികളെ തോൽപ്പിച്ച് മുഖ്യമന്ത്രിയാകുന്നു. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അതിൻ്റെ മുഴുവനും നാഷണൽ ടോപ്പിക് എന്ന് പറയുന്നത് മുഴുവനും മാറി. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി കണ്ടിന്യൂസ് ആയിട്ട് 3 പ്രാവശ്യം അനൗൺസ് ചെയ്യുകയാണ്, പ്രതിസന്ധി രൂക്ഷമാണ്. പ്രശ്നം പെട്ടെന്ന് ക്ലച്ച് മാറി. ഹിന്ദുത്വ പറഞ്ഞവന്മാർ മാറി, സനാതനം പറഞ്ഞവർ മാറി, ഹിന്ദു രീതിയിലാണ് ഇന്ത്യ ലോകത്തെ മുന്നിൽ, അത് മാറി. ലോകത്തിലെ ഏറ്റവും വലിയ എക്കോണമി അത് മാറി. ടോപ്പിക്ക് സർവൈവലിലോട്ട് എങ്ങനെ നാളെ കടക്കും, അതിലോട്ട് കാര്യങ്ങളങ്ങ് മാറി. ഇത് വളരെ താഴ്മയായിട്ട് പറയുകയാണ്, ഈ ഉള്ളവൻ ഇത് പ്രഡിക്റ്റ് ചെയ്തിരുന്നു. ഇത് വരാൻ പോവുകയാണ് ഏകദേശം 1 വർഷം മുമ്പ്. കാരണം അമേരിക്കയുമായിട്ട് ഗെയിം കളിക്കാൻ പോയപ്പോൾ ഇത് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്തു, ഇത് വരാൻ പോവുകയാണ്. പക്ഷെ അതിൻ്റേതായ ഒരു സമയമുണ്ട്. കാരണം പെട്ടെന്നല്ല ഇത് ഉണ്ടാകുന്നത്. കാരണം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവൻ അമേരിക്ക അടിക്കാൻ കഴിഞ്ഞാൽ അതിന് അമേരിക്ക അടി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സമയമുണ്ട്. എക്കണോമിക് ഇതിനകത്ത് ഇമ്പാക്റ്റ് ഉണ്ട്. അത് ഗ്രാജുവൽ പ്രോസസ്സിൽ എങ്ങനെയാണ് കയറി അടിക്കുന്നത്. ഉറപ്പായിട്ടും അതിൻ്റെ കൂടെ ഇതിൻ്റെ വേഗത കൂട്ടിയതാണ് ഈ പറയുന്ന ഇറാൻ അമേരിക്ക വാർ എന്ന് പറയുന്നത് വേഗത. കാരണം മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലും ക്രൈസിസ് ആയി. ഇത് ഫാസ്റ്റ് ട്രാക്കിൽ ഈ സംഭവം അങ്ങ് മാറി. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് എന്തുവാ? എയർ ഇന്ത്യ വീണ്ടും അവരുടെ ഇൻ്റർനാഷണൽ സർവീസ് ഏകദേശം 150ഓളം ഓവർസീസ് സർവീസുകൾ, ലോങ് ഹോൾ സർവീസുകൾ അവർ കട്ട് ഡൗൺ ചെയ്ത് വീണ്ടും. അതായത് മനസ്സിലാക്കുക, ഒരു രാജ്യം ക്രൈസിസിലോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും ആദ്യം കിട്ടുന്ന സൂചനകളിലൊന്നാണ് അവർ എയർലൈൻസിൻ്റെ ഓപ്പറേഷൻ കട്ട് ചെയ്യുമ്പോൾ. അതായത് ഇത് എയർ ഇന്ത്യ പോലൊരു ഓർഗനൈസേഷൻ, ടാറ്റ ഗ്രൂപ്പ് ബാക്കപ്പ് ചെയ്യുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ, ഏവിയേഷൻ ഇൻഡസ്ട്രി, അവർ ഇത്രമാത്രം ക്രൈസിസിലായിട്ട് ഏകദേശം ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ എയർ ഇന്ത്യ 2026 പൂട്ടി അടച്ചു പോവും. ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതാണ് ഇഷ്യൂ. അപ്പം നമുക്ക് നോക്കാം ചില കാര്യങ്ങൾ. അതായത് എന്താണ് ഇന്ത്യയുടെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഉദയ് കൊടാക്, അദ്ദേഹം കൊടാക് ബാങ്കിൻ്റെ ചെയർമാനായിരുന്നു. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ബാങ്കിങ് എക്കണോമിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ കേൾക്കുക. We have not seen the impact in the last 2 months of the Middle East war in terms of energy price transmission. It's coming, and it's coming big, and the consumers have not felt the pressure at all. And think about a consumer with limited income having to spend more directly on fuel and indirectly on other items for fuel, or dependent on fuel. The shock is coming. We had old inventory. We had the ability for oil companies to be the shock absorber. And it's a large amount of money. Therefore, I don't think you're very far away from the shock. Unless, and this is where I don't have an answer. And I suppose none of us have an answer. Or probably if there is anybody else in the world who has an answer. Unless Iran war stops tomorrow morning. And we have been hoping for it from February 28. ഈ വീഡിയോയ്ക്കകത്ത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഷോക്കാണ്. ഷോക്ക് എന്ന് പറയുന്നത് അതിരൂക്ഷമായ ഷോക്കാണ്. അതായത് ഈ പറയുന്ന ഓയില് ക്രൂഡിൻ്റെ വില കൂട്ടി. അതായത് വിദേശത്തുനിന്ന് വാങ്ങുന്നത് 88% പെട്രോളിയം പ്രോഡക്ട്സ് നമ്മൾ വിദേശത്തുനിന്ന് വാങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ കടന്നു പോകുന്നത്, എനർജി എന്ന് പറയുന്നത്.
ഇത് വില എന്ന് പറയുന്നത് സാധാരണക്കാരിലോട്ട് ഈ വന്ന വില വന്നിട്ടില്ല. ഇതങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തെ സ്ഥിതി ആലോചിച്ച് നോക്ക്. അതായത് ഇപ്പം 8 രൂപയോ 10 രൂപയോ 5 രൂപയോ അങ്ങോട്ട് കൂട്ടുക. ഇതങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഇമ്പാക്റ്റ് എന്തുവാ? എലൈറ്റ് ക്ലാസ്സിനും അപ്പർ മിഡിൽ ക്ലാസ്സിനും പ്രശ്നമൊന്നുമില്ല. പക്ഷേ മിഡിൽ ക്ലാസ്സിനും ലോവർ മിഡിൽ ക്ലാസ്, അവന് പിന്നെ ആഹാരം കഴിക്കാൻ വേണ്ടി പണം അവൻ്റെ തികയാതെ വരും. ആ ക്രൈസിസിലോട്ടങ്ങ് പോകും. ഭയങ്കരമായിട്ട് ഇൻഫ്ലേഷൻ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ മനസ്സിലാക്കുക, അടുത്ത പോയിന്റ്, ഒറ്റ മാസത്തിനുള്ളിൽ ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ $1 ഈക്വൽ ടു 100 ആയി. ആലോചിക്കണം. ഇതേപോലെ അങ്ങ് ടേൺ അറൗണ്ട് ചെയ്യും. അതായത് കാര്യങ്ങളൊന്നും ഒരു നല്ല രീതിയിലല്ല പോകുന്നത്, കൈവിട്ട രീതിയിൽ പോകുന്നു. പ്രധാനമന്ത്രി മോദി അമേരിക്കൻ പ്രസിഡന്റ് ഉടക്കണ്ടായ സമയത്ത് ഇന്ത്യയിലെ സംഘപരിവാർ ഗ്രൂപ്പുകളും പ്രത്യേകിച്ച് BJP ഗവൺമെൻറ്റിലുള്ളവരും, അതായത് BJP ഗവൺമെൻറ്റിലെ പല സീനിയർ മന്ത്രിമാരും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്: അമേരിക്കയുടെ പിന്തുണ വേണ്ട, ഇന്ത്യയായിട്ട് മുന്നോട്ട് പോകും, ഇന്ത്യക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട, അത് മുന്നോട്ട് പോകും. കഴിഞ്ഞ 1 ദിവസം 2 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽസും നേരെ തിരിച്ചു പറയാൻ തുടങ്ങി, ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഇതേ ഞാനും അന്ന് പറഞ്ഞുള്ളൂ, ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ഇന്ത്യയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ഇതുണ്ടായാലേ ഇന്ത്യക്ക് ഗ്രോ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതേ ലെവലിലോട്ട് വന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടുന്ന് വരും. അതായത് നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഫ്രാൻസിന് വലിയ രാജ്യമാണെന്ന് ഇന്ത്യക്കാർ പല ആൾക്കാരും പറയുന്നത്, ഞാൻ പല ആവർത്തി ഫ്രാൻസിൽ പോയിട്ടുണ്ട്. പാരീസ് സിറ്റി എന്ന് പറയുന്നത് ഈ ന്യൂഡൽഹി സിറ്റിയുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ആ സിറ്റിയിൽ ഇറങ്ങുന്നവർക്ക് മനസ്സിലാകും. ബ്രിട്ടനിലെ ഒരു സിറ്റി, ഇപ്പോഴത്തെ ബ്രിട്ടൻ സിറ്റി എന്ന് പറയുന്നത് ന്യൂഡൽഹി സിറ്റിയായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അധികം യൂറോപ്യൻ രാജ്യങ്ങളുടെ പണമില്ല. അതാ അതിൻ്റെ കാരണം. ഈ പണം വരണമെന്നുണ്ടെങ്കിൽ അമേരിക്കൻ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതാണ് അതിൻ്റെ പരമപ്രധാനമെന്ന്. അതായത് ട്രംപിൻ്റെ കയ്യിലാണ് ഇതിരിക്കുന്നത്. അപ്പം അയാളോട് ചൂടായി കഴിഞ്ഞാൽ അയാൾ അമേരിക്കൻ കമ്പനിയോട് പറയും, അങ്ങോട്ട് പോട്ടെ, ഇന്ത്യക്കാർക്ക് ജോലി കൊടുക്കണ്ട. ഇതാണ് ഞാൻ അന്ന് മുതൽ പറയുന്നത്. അബദ്ധമാണിത് കാണിക്കുന്നത്. അയാളെ ചൊറിയരുത്. അയാളെ നിങ്ങൾ വട്ടനെന്നോ മണ്ടനെന്നോ കിണ്ടനെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ. പക്ഷേ അമേരിക്കയുടെ കയ്യിലാണ് പണമുള്ളത്. അവനാണ് ലോകത്തിൻ്റെ പണത്തിൻ്റെ മാഫിയ എന്ന് പറയുന്നത്. അവരാണത് നിയന്ത്രിക്കുന്ന ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും. ഇതെല്ലാം ഇത്രയും സംഭവം ഉണ്ടായി. അമേരിക്കയ്ക്ക് വല്ലതും പ്രശ്നം ഉണ്ടായോ? നിങ്ങൾ എക്കണോമി ഈ പറയുന്ന സംഭവങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്. അവിടെ ജോബ് മാർക്കറ്റ് വളരെ ഉഷാറായി, ഇഷ്ടംപോലെ ആൾക്കാർക്ക് ജോബ് കിട്ടുന്നുണ്ട്. ഇൻഫ്ലേഷൻ 3.8% ആയി. ഇതൊന്നും അമേരിക്കയ്ക്ക് സംബന്ധിച്ചൊരു പുല്ല. കാരണം അവൻ സാമ്പത്തികമായ അടിത്തറയുള്ള രാജ്യം. അതൊക്കെ അവർക്കിതൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല, ഇൻഫ്ലേഷൻ ഇത്ര വന്നു കഴിഞ്ഞാൽ. പക്ഷെ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞ വർക്ക് ഫ്രം ഹോം, വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാൻ. ഇന്ത്യയിലെ ലേബർ മിനിസ്ട്രി, അതായത് മിനിസ്ട്രി ഓഫ് ലേബർ, ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് എല്ലാ പ്രൈവറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളോടും പറഞ്ഞിരിക്കുകയാണ്, ഓഫീസിൽ വരണ്ട, വീട്ടിൽ ഇരുന്ന് മാക്സിമം ജോലി ചെയ്യുക, വാഹനം ഉപയോഗിക്കരുത്. കാരണം ക്രൈസിസിലോട്ട് പോവുകയാണ്. കാരണം ഈ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ പെട്രോളിയം പ്രോഡക്ട്സ് വാങ്ങാനുള്ള പണം ഷോർട്ടേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ UAE പോകുന്നു. എന്തിനാണ് UAE പോകുന്നതിന് ഉദ്ദേശം നിങ്ങൾക്കറിയോ? അവിടുന്ന് ഒരു 200-100 ബില്യൺ, അതായത് പണം കടം മേടിക്കാൻ പോയേക്കുകയാണ്. കാരണം അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസി സാധനം ഇല്ലാതാകും. ഇന്ത്യക്ക് ഹ്യൂജ് ഷോർട്ടേജ് ഉണ്ടാകാൻ പോവുകയാണ്. ഫൊറാക്സ് ഇല്ലാതാവും. അതായത് റേഷനിങ് പോലും ഇന്ത്യയിലുണ്ടാകും. റേഷനിങ് എന്ന് പറഞ്ഞാൽ എന്ത് റേഷനിങ്? അതായത് പെട്രോളിയവും ഡീസലും കൊടുക്കും. ഒരു വണ്ടിക്ക് ഇത്ര വെച്ച് രജിസ്റ്റർ വണ്ടിക്ക് ഇത്ര ആണ് കൊടുക്കുന്നത്. ഇതിന് പോലും പോസിബിലിറ്റി ഉണ്ട് വരാനുള്ള ദിവസങ്ങളിൽ. ഇതൊന്നും തള്ളിക്കളയരുത്. കാരണം വല്ലാത്ത ക്രൈസിസിലാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സ്പോർട്ട് കംപ്ലീറ്റ് ഇല്ലാതായി.
ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഒഴുകുകയാണ്. RBI ഓരോ ദിവസം കറൻസിയുടെ കാര്യത്തിലും സ്റ്റോക്ക് മാർക്കറ്റ് പൊളിയാൻ അതിനുവേണ്ടി ഇൻ്റർവീൻ ചെയ്യുന്ന നിങ്ങളുടെ ധാരണ ഏത് രീതിയിലാണ്? ഒരു ദിവസം $500 മില്യൺ വെച്ചാണ് മാർക്കറ്റ് പമ്പ് ചെയ്യുന്നത് ഇന്ത്യൻ കറൻസി വാങ്ങാൻ. അതായത് ഇന്ത്യൻ കറൻസി വാങ്ങാൻ, കാരണം ഡോളർ അതിൻ്റെ വില പിടിച്ചു നിർത്താൻ വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റ് പൊളിഞ്ഞ് നാശമായി കിടക്കുകയാണ്. നിങ്ങൾ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് നോക്ക്, ഏഷ്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നോക്ക്. ആ ഏഷ്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ചൈന ചെറുതായിട്ടൊന്ന് ഇടിഞ്ഞേക്കുന്നേ ഉള്ളൂ. ഈ കഴിഞ്ഞ ഒരു വർഷത്തെ എടുത്ത് നോക്ക്, ഇന്ത്യ വളരെ മോശമായിട്ടങ്ങ് പോയി. ഇത് ഗ്രൗണ്ട് റിയാലിറ്റിയായി പറയുന്നത്. ഇപ്പോൾ സ്വർണത്തിൻ്റെ കാര്യം അങ്ങ് എടുക്കാം. ഇന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 15% സ്വർണത്തിൻ്റെ മുകളിൽ എക്സ്ട്രാ സെസ് ഇമ്പോർട്ട് ടാക്സ് അങ്ങ് ഏർപ്പെടുത്തി. അതേപോലെ തന്നെ മോദി ഗവൺമെൻറ് പറയുന്നു സ്വർണം വാങ്ങരുത് ഒരു വർഷത്തേക്ക്. ആ ഒരു ടോപ്പിക്ക് കേരളത്തെ ബന്ധപ്പെട്ട് അങ്ങ് എടുത്ത് നോക്കുക നിങ്ങൾ. കേരളത്തിൽ ഈ കല്യാൺ ജുവലേഴ്സ്, മറ്റേ ജോയി ആലുക്കാസ്, ജോസ്കോ ഒക്കെ പറയുന്ന ജുവലേഴ്സ് ഉണ്ട്. കല്യാണെങ്ങാണ്ട് ഇന്ത്യയിൽ എൻ്റെ അറിവ് അവരുടെ വെബ്സൈറ്റിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് 434 ഷോറൂമുണ്ട് ഇന്ത്യയിൽ. ഈ തൃശ്ശൂർ ബേസ്ഡ് കല്യാൺ ജുവലേഴ്സിന്. അവർക്ക് കേരളത്തിൽ രൂപപ്പെട്ട എല്ലാ സിറ്റിയിലും ഷോറൂമുണ്ട്. അതിനകത്ത് അറിയാൻ സാധിക്കുന്നത് അവർ ഏകദേശം 12,700 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ഈ ഷോറൂമിൽ വന്ന് ഗോൾഡ് വിൽക്കാനൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഡയറക്റ്റ് ജോബാണ്. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നു ഒരു വർഷത്തേക്ക് ഗോൾഡ് മേടിക്കരുത്, ഈ 15% ടാക്സ് കൂട്ടി. ഈ 12,000 പേരിൽ എത്ര പേരുടെ ജോലിയായി വരാനാണ് അടുത്ത മാസം പോകാൻ പോകുന്നത്? ഏകദേശം 3/4% ആൾക്കാരോടും കല്യാണം പറയും ജോലിക്ക് വരേണ്ട അടുത്ത മാസം പോലെ. കാരണം അവർക്ക് ഷോറൂം മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, ഷോറൂമിൻ്റെ ഇത് വാടക കൊടുക്കണ്ടേ, ഇലക്ട്രിസിറ്റിയുടെ പണം കൊടുക്കണ്ടേ, ടാക്സ് ഇല്ലേ? പിന്നെ എങ്ങനെ ഇത് ഫർദർ കൊണ്ടുപോകാൻ പറ്റും? പിന്നെ 15% അഡീഷണൽ ഇതും കൂടെ വന്നു ഗവൺമെൻറ്റിൻ്റെ കർബ് ചെയ്യാൻ വേണ്ടി. അതായത് മനസ്സിലാക്കുക, ഇപ്പം ടാറ്റയുടെ തനിഷ്ക് അവർക്ക് എങ്ങാണ്ട് 23,000 പേരാണ് ജോലി ചെയ്യുന്നത് അവരുടെ ഷോറൂമുകളിൽ. ഇത് ഡയറക്റ്റ് ജോബാണ് ഷോറൂമുമായിട്ട് ബന്ധപ്പെട്ട്. അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന എത്രയോ ആൾക്കാർ കാണും. അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡ് ഉൾപ്പെടെ എത്ര പേര് കാണും? ആലോചിച്ച് നോക്ക്. ഇപ്പോൾ റഫ്ലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതേപോലുള്ള ഷോറൂമുകളിനകത്ത് ഏകദേശം 17 ലക്ഷം പേരാണ്, അതിന് മുകളിലാണ് 17 മുതൽ 20 ലക്ഷം പേരാണ് ഇതേപോലെ ചെറുതും വലുതുമായ ഗോൾഡിൻ്റെ ഷോറൂമുകളിൽ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത്. ഈ ഒരു പോക്കാണെങ്കിൽ, അതായത് ഗവൺമെൻറ്റിൻ്റെ പുതിയ പോളിസി അനുസരിച്ചാണെങ്കിൽ ഇതിൽ 12-13 ലക്ഷം പേരുടെ ജോലി അടുത്ത മാസം അങ്ങ് പോകും. ഈ ഷോറൂമുകൾ ഏകദേശം ഒരു 2-3 മാസം കഴിയുമ്പോൾ അവരും അങ്ങ് പകുതിയോളം അങ്ങ് അടയ്ക്കും. അവിടെ നഷ്ടമുണ്ടാവുന്നത്. അതായത് 7% ഇന്ത്യയുടെ GDP-യുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് നോക്കുക. ഇന്ത്യയുടെ എക്കോണമിയുടെ ഭാഗമാണ്. അതായത് ഇൻഡയറക്റ്റായിട്ട് മറ്റേ ഗോൾഡ് ഈ പണിയുന്നവരും ജോലി ചെയ്യുന്നവരും മറ്റേ ഫാക്ടറികളിൽ, പ്ലാന്റുകളിൽ, തൃശ്ശൂർ ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും ഈ ഗോൾഡ് ഉണ്ടാക്കുന്ന ഓർണമെൻറ്റ്സൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ. അത് ഏകദേശം എല്ലാം കൂടെ കൂട്ടി 50 ലക്ഷം പേരാണ്. എവിടെ പോയി ഇത് നിൽക്കും? ഈ ചെറിയ കാര്യമല്ല ഗവൺമെൻറ് എടുത്തിരിക്കുന്ന ഡിസിഷൻ. അപ്പോൾ ഇത്രയും പേരുടെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയണ്ട, ബട്ടർ വലിയ സംഭവം അല്ലയോ? ഈ റൊട്ടി എങ്ങനെ കഴിക്കും? എവിടുന്ന് പിന്നെ അടുത്ത ജോലി എന്തുവാ? അതേപോലെ ഗവൺമെൻറ് ഫെർട്ടിലൈസർ കുറയ്ക്കണമെന്ന് പറയുന്നു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഫെർട്ടിലൈസർ കുറയ്ക്കുമ്പോൾ? അതായത് ഒരു ഹെക്ടർ അല്ലെങ്കിൽ 1 ഏക്കർ സ്ഥലത്ത് ഈ പറയുന്ന ചാണകവും പച്ചിലവളവും വെച്ചുകൊണ്ട് ഫെർട്ടിലൈസർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നതിൻ്റെ എന്താണ് നമുക്ക് ആദായം കിട്ടുന്നത്? അതിൻ്റെ 4/1 ആദായം കിട്ടത്തുള്ളൂ. അപ്പോൾ ഫെർട്ടിലൈസർ ഇല്ലാതെ നമ്മൾ ഈ പറയുന്ന ഫാമിങ്ങിന് പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പറ്റുമോ? ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇതേപോലെ പല സെഗ്മെൻറ്റിലും പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ഗവൺമെൻറ്റിനല്ലാതെ അവരുടെ മുമ്പിൽ വേറെ വഴിയില്ല. അതാണിത് അതിരൂക്ഷമെന്ന് പറയുന്നത്. അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്തുകൊണ്ട് ഇന്ത്യയിൽ വരുന്നില്ല? ഈ രണ്ടാമത്തെ ക്ലിപ്പ് നിങ്ങൾ കേൾക്ക്. I'm on the way back from US and the
people that are upset, my God, I've never seen people so upset with India. And I've been marketing for 30 years. I started marketing in 93 for our first offshore fund and must have gone to 30, 40 countries. This is just too much on taxes. I didn't realize even on debt taxes, people are upset. I met some debt guys who said that they have been saying forever that the debt taxes also India stands out in the sense that we, I believe, tax. I don't know all these because I don't do debt. That even on, like if you buy a bond and there is some interest accrued before that, no other country charges tax on that for to the new buyer. So they say that also we have to pay. And then they were a little bit upset with FX. There are many, many things they are upset with. And in general, I would say, these things on whether we have AI or not. Actually, I recently saw on social media that Ruchir Sharma said that India does not have AI and that is the reason FIs are not investing. So that question came up everywhere. And I used to say that there are 198 countries we do not have their own LLM model. So you treat us like those 198 at first level, not just compare us to US directly. And then I found that in India, people are saying, no, that is not the reason. Ruchir Sharma is wrong. So then what is the reason? Because there is something definitely different. And according to me, that difference is not LLM and it is not this thing. It is taxes which are obscenely different, and because of currency weakness they are upsetting people even more because the taxes have been charged on rupee profits. The other problem which I also had but I never realized that everybody has is that if you are running an open-end fund and you pay taxes every quarter, and then if in the end you make losses and then you have to get your taxes back, for another 15, 18, 12 months, you won't get your money back. And how does that work in an open-ended fund? And, so all these things they are 30-second issues. If everybody sat together in one place, it would be solved, or at least they will accept and have to say, no, we don't care. Right now, what happens is, what everybody said was, you go to one government guy, he says, this is not my job, this is the other guy's job. If you go to the other guy, he says, no, this is SEBI's job. You go to SEBI, they say it's RBI's job. So all these things were upsetting people, and I did my bit because I'm an India-only fund manager. But I'm telling you, the feedback was pretty scary. ആ ക്ലിപ്പിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതായത് ഇന്ത്യയിൽ ഒരു വ്യവസായം തുടങ്ങാനോ ഫോറിൻ ഇൻവെസ്റ്റ്, കാരണം മുടിഞ്ഞ ടാക്സാ ഇവിടെ, വല്ലാത്ത ടാക്സ്. എൻ്റെ ഒരു ബന്ധു, അതായത് ഗുഡ്ഗാവിൽ ഒരു IT കമ്പനി തുടങ്ങിയിട്ട് സക്സസ്ഫുള്ളി എങ്ങനെങ്കിലും പുറത്തു പോയാൽ മതി എന്നാണ് പറയുന്നത്. കാരണം വല്ലാത്ത ടാക്സ്, കാരണം ടാക്സ് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. 18% ഹ്യൂജായിട്ടുള്ള ടാക്സാണ്. ഇത്ര ആൾക്കാർക്ക് ജോലിയും കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന സെൻട്രൽ യൂറോപ്യൻ രാജ്യങ്ങൾ, ബാൽക്കൻ കൺട്രീസിൽ, അപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ ടാക്സ് ഫ്രീയാണ്, ചെറിയ ടാക്സേ ഉള്ളൂ. ഇതേപോലെ ഇന്ത്യക്കാർക്ക് അവിടെ ഉള്ളവർക്കും ജോലി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ സാലറിയുടെ വ്യത്യാസമേ ഉള്ളൂ. കാരണം ഈ ടാക്സിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവും. പിന്നെന്തോന്ന് ഇന്ത്യയിൽ ഇവിടെ ഈ ആൾക്കാർ വന്ന് ഇന്ത്യക്കാർ ഇവിടെ ചെയ്യേണ്ട ആവശ്യം, നേരെ അങ്ങോട്ടങ്ങ് പോകും. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ശരിക്കും ട്രാൻസ്ഫോർമേഷൻ്റെ മോഡിലോട്ട് പോകണം. മനസ്സിലാക്കുക, ഇന്ത്യയുടെ 3ാമത്തെ വലിയ എക്കോണമി, 4ാമത്തെ വലിയ എക്കോണമി എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമായിരുന്നു. ഈ പറയുന്ന 2 മാസം അല്ല, ഒറ്റ വർഷം കൊണ്ടുണ്ടായ സംഭവമാണിത്. അതായത് എന്ന് അമേരിക്കയുമായിട്ട് തെറ്റി അന്നവൻ വെടി തീർത്ത് കയ്യിൽ തന്നു. സിമ്പിളായത്. അതിൻ്റെ അമേരിക്കയാണ് ഇപ്പോൾ ഇന്ത്യയിലുണ്ടായ ഈ ക്രൈസിസിൻ്റെ പുറകിൽ ഏറ്റവും വലിയ പ്രതി എന്ന് പറയുന്നത്. അവരുമായിട്ട് പിന്നീട് അമേരിക്ക ഇന്ത്യയെ മൈൻഡ് ചെയ്തില്ല. പിന്നെ ഇന്ത്യയിലുണ്ടായ ഓരോ ഇഷ്യൂ, ക്രിസ്ത്യൻസിനെതിരെ ഉണ്ടായ ഇഷ്യൂ, അതൊക്കെ അവർ പോർട്രേ ചെയ്തു. ഇന്ത്യയെ പല രീതിയിൽ ഔട്ട്റീച്ച് ഉണ്ടാക്കാൻ നോക്കി, അമേരിക്കൻ പ്രസിഡന്റിനെ സൂചിപ്പിക്കാൻ നോക്കി. RSS പോയി, അവർ പോയി, ഇവർ പോയി. ട്രംപ് പിന്നെ അടുക്കാതായി. ഇപ്പം ഈ ഇഷ്യൂ എന്ന് പറയുന്നത് ആര് ക്രിയേറ്റ് ചെയ്തതാ? ഉറപ്പായിട്ടും ഗുജറാത്തിയായ മോദി ക്രിയേറ്റ് ചെയ്ത ഇഷ്യൂ ആണ്. അതിൻ്റെ ഓരോ ഇന്ത്യക്കാരനും അനുഭവിക്കുകയാണ്. അതായത് പെട്രോൾ അടിക്കുക, ഡീസൽ അടിക്കുക. ഇന്ത്യയിലെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് ജെറ്റ് എന്ന് പറയുന്നത് 220 ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ രജിസ്റ്റർ ചെയ്യാതെ ആൾക്കാർ അവിടുത്തെ അധികവും കോർപ്പറേറ്റ്, ഇവിടുത്തെ വലിയ പണക്കാരും ചെയ്യുന്ന പരിപാടി, വിദേശത്തു നിന്ന് ഈ പറയുന്ന പ്രൈവറ്റ് എയർക്രാഫ്റ്റ് ലീസ് ചെയ്യും.
ചാർട്ടറായിട്ട്. എന്നിട്ട് ഇന്ത്യയെ കൊണ്ട് ഓടിക്കും. അതായത് മനസ്സിലാക്കുക, ഈ പൊളിറ്റീഷ്യൻസ് ആണെങ്കിൽ ഇവിടെ ഉള്ളവന്മാരൊക്കെ അവരൊക്കെ ഫ്ലൈ ചെയ്യുന്നത് സ്വന്തമായ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ പാവം പിടിച്ചവനോട് പറയുക അതിൻ്റെ അകത്ത് പെട്രോൾ അടിക്കരുത്, ഡീസൽ അടിക്കരുത്, അതടിക്കരുത്, ഇതടിക്കരുത്. മോദി അടുത്തിടയ്ക്ക് നടത്തിയ ഈ റോഡ് ഷോ ഒക്കെ കണ്ടില്ല, എത്ര വണ്ടികളാ. ഇപ്പം ഡൽഹി ജീവിക്കുന്ന എനിക്ക് ഞാനിതൊക്കെ കാണുന്നതല്ലേ, ഇവിടുത്തെ ബ്യൂറോക്രാറ്റ്സും ഗവൺമെൻറ് എത്രമാത്രമാണ് മിസ്യൂസ് ചെയ്യുന്നത്. അതായത് മനസ്സിലാക്കുക, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ പറയുന്ന തള്ളു രാജ്യമല്ല. ഇന്ന് ഇന്ദിരാഗാന്ധി 1971 അന്ന് പറഞ്ഞ് പെട്രോൾ കുറച്ച് ഉപയോഗിക്കാവൂ, ഗോൾഡ് മേടിക്കുക. 71 ഇന്ത്യയെ പറ്റി പറയുവാണ് 2026. ഇത്രയും നാളും BJP മോദിയും പറഞ്ഞ എന്തുവാ, 60 വർഷം ഇന്ത്യ ഭരിച്ചിട്ട് അവരൊന്നും നേടിയില്ല, കഴിഞ്ഞ 5 വർഷം 10 വർഷം കൊണ്ട് ഇവർ ഇന്ത്യ എന്തൊക്കെ ആക്കി. അതും കള്ളമായിരുന്നു. ഈ പറയുന്ന 1 വർഷം അല്ലെ 2 മാസത്തെ വാറുണ്ടായിക്കഴിഞ്ഞാൽ, ഈ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനേക്കാളിലും എത്രയോ ഭേദമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യ. കാരണം അവർ വ്യക്തമായ വാൺ ചെയ്തിരുന്നു, കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞിരുന്നു. കാരണം ഇന്ത്യയിലെ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ പുറത്തു നിന്നാണ് വാങ്ങുന്നത്. ഇത് മുഴുവനും തള്ളും കള്ളവും പറഞ്ഞ് ഈ പറയുന്ന ഹിന്ദു മുസ്ലിം അടിയുണ്ടാക്കുക, സനാതനധർമ്മം പറയുക, ഹിന്ദു രാഷ്ട്രം പറയുക. സെക്കൻഡറാബാദിൽ വെച്ച് ഇത് കഴിഞ്ഞപ്പം അതായത് ജനങ്ങളോട് പറയാം അത് ഉപയോഗിക്കരുത്, ഇത് ഉപയോഗിക്കരുത്. പെട്ടെന്ന് അതിനകത്തൊരു ഹിന്ദുവും കൂടെ കലക്കി സോമനാഥ് ക്ഷേത്രം അവിടെ ലൈവായിട്ട് കാണിച്ചു കൊടുത്തു. കാരണം ഇന്ത്യയിലെ മരമണ്ടന്മാർക്ക് അത് മതി. കാരണം ഇന്ത്യയിലെ അത് മോദിക്കും BJPക്കും ശരിക്കും അറിയാം. അത് സോമനാഥ് ക്ഷേത്രവും പരിപാടികളൊക്കെ കാണിക്കൂടി. റെസൈലൻസ്, മുന്നോട്ട് പോകാൻ പാടാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല ഇന്നത്തെ സ്ഥിതി. ഗ്ലോബലായിട്ട് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുമായിട്ടൊക്കെ ജപ്പാനുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് അതല്ല ഇന്ത്യ എന്ന് പറയുന്നു. ഇപ്പം ആൾക്കാർ കമ്പയർ ചെയ്യുന്നതായിട്ട് ശ്രീലങ്കയുമായിട്ട് ഇന്ത്യ കമ്പയർ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ ഈ സംഘപരിവാറിൻ്റെ ഹാൻഡിൽസ് നോക്കുവാണെങ്കിൽ കാണാം, പാകിസ്ഥാനുമായിട്ടും മ്യാൻമാറുമായിട്ടും തായ്ലൻഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു. എന്തുവാ ഇന്ത്യ, ഇവർ ഇത്രയും നാളും പറഞ്ഞ് ഇന്ത്യ എവിടാ? എല്ലാം കള്ളവും തള്ളുമായിരുന്നു എന്ന് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് വായിക്കുന്ന ഇന്ത്യക്കാർക്ക് പിടികിട്ടി. ഇത് മുഴുവനും പച്ചക്കള്ളമായിരുന്നു. വെറും തള്ളു മാത്രമാണ് ജനങ്ങൾക്കാകെ കൊടുത്തത്, ബാക്കിയൊന്നും നടന്നിട്ടില്ല. അതിൻ്റെ ഒരു ഗതികേടിലേക്കാണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്.